എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി. 13,600 കോടി രൂപ കടമെടുക്കാൻ അനുവദിച്ചല്ലോ. അതിന് മേലെയാണല്ലോ 3 ഗഡു പെൻഷൻ കൊടുക്കാൻ കേരളത്തിന് സാധിച്ചത്. നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. നിങ്ങൾക്ക് ചർച്ച എന്താണ്? പെൻഷൻ കിട്ടുന്നില്ല, ശമ്പളം കൊടുക്കുക, അതെല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ്. കൂടി കടമെടുക്കാനുള്ള അനുമതി തേടി അല്ല കേരളം പോയത്. 57,000 കോടി കിട്ടാനുണ്ടെന്നായിരുന്നു ധനമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കേസ് എങ്ങനെയാണ് സെറ്റിൽ ആയതെന്നുള്ളത് നമുക്കറിയാം. ഞാൻ സംസാരിക്കുന്നതിനിടക്ക് നിങ്ങൾ ഇടപെടുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ അങ്ങ് തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കേസ് സുപ്രീം കോടതി ചെയ്തതാ, അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. സംസ്ഥാനങ്ങളോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര സമീപനം അത് ഉപേക്ഷിക്കല്ല, സുപ്രീം കോടതി തള്ളിക്കളയല്ല, അത് വിശദമായ പരിശോധന ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. ഏറ്റവും മികച്ചൊരു കാര്യമല്ലേ ഇത്? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? സംസ്ഥാനം പോയതുകൊണ്ടല്ലേ അത്തരമൊരു വിഷയം സുപ്രീം കോടതി തന്നെ ഭരണഘടനാ ബെഞ്ചിന് വിട്ടത്. നിങ്ങൾ അക്കാര്യം പറയുന്നില്ല. നിങ്ങൾ 13,000 കോടി കടമെടുക്കാൻ കിട്ടിയില്ലല്ലോ എന്നല്ലേ നിങ്ങൾ പറയുന്നുള്ളൂ. തീർച്ചയായിട്ടും അത് ഇപ്പൊ കേരളീയമാവട്ടെ, അതുപോലെ തന്നെ ഈ പറയുന്ന നവകേരള നിർമ്മിതിയാവട്ടെ, ലോക കേരള സഭയാവട്ടെ, അവയൊക്കെ പ്രതിപക്ഷത്തിന്റെ കൂടി ഉള്ളടക്കത്തോടെ നടത്താനാവണം എന്നാണ് LDF-ന്റെ ഗവൺമെന്റ് ആലോചിച്ചത്. പക്ഷേ ഇവിടെ എന്തിനേയും എതിർക്കുക LDF ആണ് ചെയ്യുന്നെങ്കിൽ ഒരൊറ്റ കാര്യവും നടക്കാൻ പാടില്ല. ഇതാണ് UDF-ന്റെ നിലപാട്. ആ നിലപാടിന്റെ കൂടെ വികസനത്തിന് വേണ്ടി നിൽക്കേണ്ട മാധ്യമങ്ങൾ നിൽക്കുന്നത് ശരിയല്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. കേരളീയം ഈ കേരളത്തെ രാജ്യത്തിനും ലോകത്തിനും മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനൊരു വികാര ജീവിയാണ്.